ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ബിഗ് ബോസ് സീസൺ 7 ഡേ 4 രാവിലെ തൊട്ട് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു 1:30 ഉച്ച വരെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ രാവിലത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് തന്നെ ഈ അക്ബറും രേണുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം. പിന്നീട് വന്നിട്ട് അനുവും അക്ബറും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ടാസ്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് അനീഷിൽ നിന്ന് തുടങ്ങാം. അനീഷ് എന്നത്തെ പോലെ രാവിലെ എന്തെങ്കിലും ഒരു ചൊറിച്ചിലും കൊണ്ടായിരിക്കും എഴുന്നേക്കുന്നത്. ഇന്ന് രാവിലെ എന്തെങ്കിയോ ചെയ്തുകൊണ്ടിരുന്നു. മറ്റേ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി കോഴി കൂവുന്നത് പോലെ. ആക്ച്വലി അത് തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. രാവിലെ എന്തെങ്കിലും ചൊറിച്ചിലോട് കൂടി ഉണരാൻ വേണ്ടിയിട്ട് കാണിച്ചെന്തെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. പക്ഷെ ആരും അത് ഏറ്റെടുത്തൊന്നുമില്ല. എന്താ നീ അങ്ങനെ പോകുന്നതെന്ന് അങ്ങനെയൊന്നും ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അനുവും അക്ബറും തങ്ങളൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അക്ബർ രാവിലെ തന്നെ ചൊറിയാൻ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അക്ബർ ചൊറിയുന്ന ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതേവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നെന്തോ അനുവിനെ ചൊറിയാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് അനു ഇവരെല്ലാവരും കൂടി കൂട്ടത്തിലിരുന്നപ്പോൾ അനുവിനോട് ചെന്നിട്ട് അനുവും ഷാനവാസും ബ്രദർ ആൻഡ് സിസ്റ്റർ കോംബോ കാർഡ് ഇറക്കി കളിക്കണോ എന്ന് വെച്ചു. അപ്പോൾ അനു പറഞ്ഞു എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എടാ പോടാ വിളിയായി. അപ്പോൾ അനു പറഞ്ഞു താൻ പോടോന്ന് പറഞ്ഞു. അപ്പോൾ നീ പോടി എടി പൊടി എന്ന് അക്ബർ വിളിച്ചു. അപ്പോൾ അനു പറഞ്ഞു എനിക്ക് എടി പൊടി എന്ന് വിളിക്കുന്ന എന്നെ എടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു എന്നെ എടാ പോടാന്ന് നിനക്ക് വിളിക്കാമോ? എങ്കിൽ എനിക്ക് എടി പൊടി എന്ന് വിളിക്കാം. ഞാൻ എടാന്നല്ല വിളിച്ചത്, എടോന്നാണ് ഞാൻ വിളിച്ചത്. ഞങ്ങളുടെ ഇടയ്ക്ക് അത് റെസ്പെക്റ്റോട് കൂടിയാണെന്നുള്ള രീതിയിൽ അനു പറഞ്ഞത്. അപ്പോൾ അക്ബർ പറഞ്ഞു അല്ല, എനിക്കത് അങ്ങനെയല്ല തോന്നിയത്. നീ എന്നെ എടാന്ന് വിളിക്കുന്നതിന് തുല്യ എടോ എന്ന് വിളിക്കുന്നതിന് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചു. അപ്പോഴത്തേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമില്ലാതെ വന്നപ്പോഴത്തേക്കിന് പിന്നീട് അത് ഷിഫ്റ്റ് ചെയ്ത് രേണുവിലേക്ക് പോയി. അനുവിൻ്റെ സംസാരം നിന്നു രേണുവിലേക്ക് പോയപ്പോഴാണ് അതേപോലെ തന്നെ അക്ബർ ഇന്നലെ രാത്രിയിൽ രേണുവിനോട് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, അക്ബർ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു പോയതാണെന്നും, അതായത് അങ്ങനെ ആ സമയത്ത് ഒരു വേർഡ് വന്നപ്പോൾ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങനെ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അനുവിൻ്റെ ആ പ്രശ്നം കഴിഞ്ഞിട്ട് നേരെ അത് ഷിഫ്റ്റ് ചെയ്ത് രേണുവിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ ഇരിക്കുന്നത്. ആ രേണുവിലേക്ക് വന്നപ്പോഴത്തേക്കിനും രേണു എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ മാപ്പ് കൊടുക്കില്ല, അതായത് ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കില്ല, അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ രേണു ഇരിക്കുന്നത്. അപ്പോൾ അക്ബർ പറഞ്ഞു അങ്ങനെ ഒരു കാർഡൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, ഞാൻ ആ രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ വിധവകളെ ഇത് ചെയ്യോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ടാസ്ക് കളിച്ചു, ടാസ്കിൽ വന്നു, അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പാനെ ശരത്തിനെ നമ്മുടെ ആദില നൂറ അപ്പി എന്ന് വിളിച്ചല്ലോ, ഇത് രണ്ടും അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് തന്നെയല്ലേ എന്നുള്ള രീതിയിൽ ടോക്ക് വന്നു. അങ്ങനെ കുറേ നേരം സംസാരമായി. ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് രേണു ഒട്ടും താന്നു കൊടുക്കത്തില്ലെന്ന് അക്ബറും പറഞ്ഞിട്ടുണ്ട്. അക്ബർ ഓൾറെഡി സോറി പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു പോയി, അതിനുള്ള സോറിയും പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ രേണു അത് വെടിച്ച് ഇനി കളിക്കുന്നതാണോ അതോ ഇനി ഫീലിങ്സിൻ്റെ പുറത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്ന് പിടിയില്ല. അപ്പോൾ അതങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർ തങ്ങളുള്ളൊരു കോൺഫ്ലിക്ട്സ് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ മോർണിംഗ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ, ആദില നൂറ, ആര്യൻ ഇവരുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത് ബാഡ്ജ് ഇരിക്കുന്നത്. ആ ബാഡ്ജ് ഉള്ളവർക്കാണല്ലോ അവരുടെ സാധനങ്ങൾ കിട്ടുക. അപ്പോൾ ആ ബാഡ്ജ് അവരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഡിബേറ്റിൻ്റെ ഒരു സെക്ഷനാണ് നടക്കുന്നത്. ഈ മൂന്ന് പേരെ ഒപ്പോസ് ചെയ്തുകൊണ്ട് 3 പേര് സംസാരിക്കണം. ആ 3 പേര് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബാഡ്ജ് താൻ അർഹിക്കുന്നുവെന്ന് ബാഡ്ജ് കയ്യിലിരിക്കുന്നവരും എന്തുകൊണ്ടാണ് താൻ അതിനേക്കാളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ, അതായത് കയ്യിലിരിക്കുന്ന ആളെക്കാളും താൻ അതിന് അർഹനാന്നുള്ളത് രണ്ടാമത്തെ ആളും വാദിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ബാഡ്ജ് ഇരിക്കുന്നത് താൻ അർഹിക്കുന്നത് കൊണ്ടാണെന്നുള്ളത് രീതിയിൽ ബാഡ്ജ് ഉള്ളവരും വാദിക്കണം. അത് തന്നെക്കാളും നല്ലതായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കാം എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ
അങ്ങനെയുള്ള ഒരു ഡിബേറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനേക്ക് ഇവരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത് ഒനീൽ, ഷാരിക, നെവിൻ, ഈ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ ജിസേലിനെതിരെ സംസാരിക്കുന്നത് നെവിനാണ്. അപ്പം നെവിനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അത്ര നെവിൻ സംസാരിക്കുമോ, ഇനി സംസാരിക്കാൻ പറ്റിയ കോമഡി മാത്രമേ ഉള്ളൂ എന്നുള്ള രീതി ഉണ്ടായിരുന്നു. അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. കേട്ടപ്പോൾ നെവിനെ കൊണ്ട് ഡിബേറ്റിനൊക്കെ പറ്റുമോ, ആ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റ് അതൊന്നും അല്ല കേട്ടോ. അതേപോലെ തന്നെ ആദില നൂറയെടുത്ത് ഷാരികയായിരുന്നു സംസാരിക്കുന്നത്. ഷാരിക ഹോട്ട് സീറ്റിലിരുന്ന് എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ട് തന്നെ ഷാരിക ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരു നല്ലൊരു ഇതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ആര്യനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഒനീലായിരിക്കും. അപ്പോൾ ഇവർ ഒപ്പോസിങ് എന്ന് പറയണ്ട കേട്ടോ, ഒപ്പോസിങ് അല്ല, ഈ ഡിബേറ്റ് നടക്കുന്നത് ആര്യനും ഒനീലും തന്നെയായിരിക്കും. അപ്പോൾ ഒനീലിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അത്ര ആക്റ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇനി കിച്ചണിൽ തന്നെ ആയതുകൊണ്ടാണോ ഇനി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളി അങ്ങനെ ആയിരിക്കും, അതൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ടെസ്റ്റ് എന്താണെന്നറിയോ, ഇതിൽ ഒനീലിൻ്റെ സംസാരം ഒട്ടും എനിക്കത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. പുള്ളി കിച്ചണിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആരും ഒരുവിധം ഓക്കെ രീതിയിൽ സംസാരിച്ചു. ജിസയിലല്ല, ആദില നൂറയും ഷാരികയും തങ്ങളിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കുഴപ്പമില്ലാത്ത എന്ന് വെച്ചാൽ ആ ഒരു സമാസമ രീതിയിൽ സംസാരിച്ചു. പക്ഷേ ജിസയിൽ സംസാരിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസയിലിന് ഓൾറെഡി അങ്ങനെ ഭയങ്കരമായിട്ട്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പുള്ളിക്കാരി. കാര്യത്തിന് കാര്യം പറയും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി എന്താ സ്വീറ്റായിട്ടും ഷോർട്ടായിട്ടും പുള്ളിക്കാരി അവതരിപ്പിച്ചു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. മലയാളം കൂടുതൽ ഭാഷയില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി എന്താ സ്വീറ്റായിട്ടും ഷോർട്ടായിട്ടും കുറച്ച് അവതരിപ്പിച്ചു. പിന്നെ 3 തവണയായി, അതായത് 2.5 മിനിറ്റാണ് ഒരാൾക്ക് സംസാരിക്കാനുള്ള സമയം. ഇപ്പോൾ ഡിബേറ്റിൽ 2 പേര് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജിസയിൽ സംസാരിക്കുകയാണെങ്കിൽ ജിസയിൽ 2.5 മിനിറ്റ് ഉണ്ടാവും, നെവിന് 2.5 മിനിറ്റ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ജിസയിൽ 2.5 മിനിറ്റിന് മുമ്പ് തന്നെ കുറച്ച് സംസാരിച്ച് നിർത്തി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇനി സംസാരിക്കുക നല്ല അതിലൊരു ഡിബേറ്റിൻ്റെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പിന്നെ ബസറടിച്ചു. പക്ഷേ എന്നെ ഞെട്ടിച്ചത് നെവിനായിരുന്നു കേട്ടോ. ഞാൻ നിവേന്നായിരുന്നു പറഞ്ഞത്, ഓക്കെ, നെവിനായിരുന്നു. നെവിൻ അടിപൊളിയായിട്ട് പറഞ്ഞു. ഞെട്ടിച്ചെന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് അല്ല ചെയ്യുന്നത്, നല്ല കോമഡിയോടുകൂടി പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് പുള്ളി ഫാഷൻ മോഡലാണ്, എൻ്റെ മുന്നിൽ കൂടെ ജിസയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഇതാണ്, ഭയങ്കര ഷോ കാണിക്കൽ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അതേപോലെ തന്നെ നെവിൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഡ്രസ്സ് കിട്ടണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്നുള്ളത്. അത് നമുക്കറിയാം നെവിൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അവൻ്റെ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. കാരണം യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പിന്നെ പുള്ളി ഈ മോഷണമൊക്കെ നടത്തിയത് പുള്ളിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളി എന്തുകൊണ്ടും അർഹനാന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു കേട്ടോ നെവിൻ്റെ. അത് എനിക്ക് 2.5 മിനിറ്റ് കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അടിപൊളിയായിട്ട്, ഭയങ്കര എനർജി ആയിട്ട്, ഭയങ്കര ഫണ്ണായിട്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു കേട്ടോ അത്. നിങ്ങൾ എന്തായാലും എപ്പിസോഡിൽ എയർ ചെയ്യുക, അത് നല്ലൊരു ഇതാണ്, നിങ്ങൾ കാണുക തന്നെ വേണം. നമ്മളെപ്പോലെ തന്നെ അവസാനം ഇതിൻ്റെ എല്ലാം റിസൾട്ട് പറയേണ്ടത് ബാക്കിയുള്ളവരാണ്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്താ പറയുക, ആദില നൂറയുടെ കയ്യിൽ ആദില നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൽ തോറ്റൊരു വ്യക്തി ജിസയിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെവിനാണ് ജയിച്ചത്. അവർക്കും അങ്ങനെ തന്നെ, അവർ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. നെവിൻ അവിടെ വേറെ ആർക്കും കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നെവിന് മാത്രമാണ് അവിടെ കൈയടി കിട്ടിയത്. അപ്പോൾ അത്രയും പറഞ്ഞ് അവർ എന്താ പറയുക, നെവിനത് കിട്ടിയപ്പോഴത്തേക്കിനും ജിസേലിന് അത് പറ്റിയില്ല. കാരണം ജിസേൽ പോയിന്റ് ഔട്ട് ചെയ്തു, അത്ര സംസാരിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അഭിലാഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, അവൻ നല്ല പോലെ ഒരുപാട് സംസാരിച്ചോ. അപ്പോൾ ജിസേൽ ഒരുപാട് സംസാരിക്കുന്നതല്ലല്ലോ കാര്യം, ഷോർട്ടായിട്ടും സ്വീറ്റായിട്ടും അല്ല ഞാൻ പറഞ്ഞത്, അത് മനഃപൂർവ്വം അല്ലേ നിങ്ങളെല്ലാവരും കൊടുത്ത ആ ഒരു രീതിയിൽ ജിസയിൽ സംസാരിക്കാൻ തുടങ്ങി. ജിസേലിൻ്റെ പെട്ടി കൊണ്ടുവെക്കുന്നതിൽ ജിസേലിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം ജിസേലിൻ്റെ പെട്ടി കൊണ്ടുവെക്കുകയും ചെയ്തു. നിവേൻ വന്നിട്ട് ജിസേലിനോട് സംസാരിക്കുന്നുണ്ട്. നിവേൻ ആരെടുത്തും അങ്ങനെ ജിസയിലും അങ്ങനെ വിദ്വേഷം വെക്കുന്നില്ല, പക്ഷേ ജിസേലിന് എല്ലാവരെ കുറിച്ച് ഒരു ബോധമുണ്ട്, അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കും. അതേസമയം നിവേൻ അങ്ങനെയല്ല, നിവേൻ എല്ലാവരോടും പോയിട്ട് ആ ഫണ്ണ് മെയിൻറ്റെയിൻ ചെയ്ത് അവരുമായിട്ട് കമ്പനി അടിച്ചു തന്നെ നിൽക്കും. അതുകൊണ്ട് നിവേൻ വീണ്ടും ജിസേലിനോട് പോയിട്ട് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നുള്ള രീതി അതേപോലെ തന്നെ 72 hours മാത്രമേ, 3 days മാത്രമേ ഇവരുടെ ബാഗ് ഈ ഒരു ടാസ്കിലൂടെ കിട്ടിയത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം നിവേൻ പറയുന്നുണ്ട് ഈ ഒരു
കേട്ടോ, ഈ 72 hours കാര്യമല്ലേ ഉള്ളൂ, ഞാൻ 3 ദിവസം എടുത്തുള്ളൂ, അത് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ള രീതിയിൽ നിവേൻ പറയുന്നുണ്ട്. നിവേനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ. ഇന്നലെയും ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു അത്. ബാക്കി എല്ലാവരും കൂടി കയറി വരണം. കുറച്ച് പേരൊക്കെ ഇപ്പോഴും എന്താ പറയുക, ആക്റ്റീവ് അല്ല. ശൈത്യമൊക്കെ ആക്റ്റീവായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവരുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ, അതായത് 4ാമത്തെ ദിവസത്തിൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ലൈവിൻ്റെ അപ്ഡേഷൻസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു, ബൈ.